5 വർഷം കഴിഞ്ഞിട്ടല്ല സുചിത്ര മറ്റോ ഉണ്ടാക്കിയെന്ന് പറയേണ്ടത്. ഈ 5 വർഷം ഈ ലോൺ എവിടെ പോയിരുന്നു? അവിടെ 5 വർഷം കഴിഞ്ഞിട്ടല്ല സുചിത്ര ഉണ്ടാക്കിയെന്ന് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പരുഷമായ അങ്ങേയറ്റം മാന്യതയില്ലാത്ത വാക്കുകൾ എത്ര വർഷമായി നിങ്ങൾ കൂടെ ഉണ്ട്? ഏറ്റവും അറിയാം, ചേട്ടന്റെ സൈഡെല്ലാം മൊത്തം അറിയാം, ഫാമിലി മാറ്റർ അറിയാം, ഇതെല്ലാം അറിയാം. ഈ സുചിത്രയുടെ വിഷയം കള്ളമാണെന്ന് നിങ്ങൾക്ക് എന്റെ മുഖത്തോക്കി പറയാൻ പറ്റും? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നിരിക്കുന്ന ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീയെ മാറ്റിക്കണമെന്ന് വന്നല്ലേ? കുഴപ്പമില്ല. ഇപ്പോൾ ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്ന റോണു ഇട്ടിരിക്കുന്ന പോസ്റ്റ് നോക്കാം. പോസ്റ്റ് ഇതാണ്, റോണു ചന്ദ്രൻ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇതാണ്. നമസ്കാരം, ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. റോണുവിനും എനിക്കും സുചിത്രയ്ക്കും രജപുത്ര ഫിലിപ്സിനും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട് ഇതോടെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതിനകത്ത് സുചിത്രയുടെ പേര് ആദ്യം ഉണ്ടായിരുന്നു, രണ്ടാമത് എന്തുകൊണ്ട് സുചിത്ര എന്ന് പറയുന്ന പേര്, സുചിത്ര നായരുടെ പേര് എന്തുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തു? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വാനമ്പാടി സീരിയൽ, സാന്ത്വനം സീരിയൽ, ഈ സീരിയലിൻ്റെയൊക്കെ സംവിധായകനായിരുന്ന അകാലത്തിൽ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ആദിത്യൻ, അദ്ദേഹത്തിൻ്റെ വിധവയായിട്ടുള്ള റോണു ചന്ദ്രൻ, ഓക്കെ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ റീസെൻ്റായിട്ട് അവരുടെ ഇൻ്റർവ്യൂവിനകത്ത് ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തി. അവരുടെ ഭർത്താവും അതുപോലെ തന്നെ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു നടിയുമായിട്ട്, അഥവാ നമ്മുടെ സുചിത്ര നായർ, അവരുമായിട്ടുള്ളൊരു ബന്ധം അതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അവർ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം പബ്ലിക്കിലേക്ക് പറഞ്ഞതെന്ന് സമൂഹം മൊത്തത്തിൽ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് പിന്നാലെ ഇപ്പം ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തു, അതുപോലെ തന്നെ ഒരുപാട് പേര് ചെയ്തു. അതിന് പിന്നാലെ തന്നെ ഈ രണ്ട് തരത്തിലുള്ള അഭിപ്രായം വരും. സ്വാഭാവികമായിട്ടും ആ ഒരു വിഷയം അവർ പറയുന്ന സ്ഥിതിക്ക് മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾ തെറ്റുകാരിയാണോ, അതായത് സുചിത്ര നായർ തെറ്റുകാരിയാണോ അല്ലയോ എന്നുള്ള കാര്യം വിധിക്കാൻ നമുക്കാർക്കും അവകാശമില്ല, അറിയുകയുമില്ല. എങ്കിലും ഇതിനെ മറ്റൊരു തരത്തിലെങ്കിലും ഈ പറയുന്ന റോണു ചന്ദ്രൻ പറഞ്ഞത് ശരിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നേക്കുവാണ്. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിപ്പോഴും പറയുന്നു, ഇവിടെ ഞാൻ സുചിത്ര നായരെ പ്രത്യേകിച്ചിട്ട് അവരൊരു ഇതിനകത്ത് തെറ്റുകാരിയാണെന്ന് ഞാൻ പറയാൻ ആളല്ല. കാരണം അതൊക്കെ ഇനിയിപ്പം നിയമപരമായിട്ടോ മറ്റോ ഒക്കെ തെളിയേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ഒന്നും പറയുന്നില്ല. ഇവിടുത്തെ വിഷയം സജി സൂര്യ എന്ന് പറയുന്ന ഈ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു ഇവരുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, അപ്പം അദ്ദേഹം രജപുത്രയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹം എന്ന് വെച്ചാൽ രജപുത്ര ഫിലിംസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചിപ്പിയുടെയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള രജപുത്ര രഞ്ജിത്ത്, അദ്ദേഹത്തിൻ്റെയും ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പം ഈ പിന്നാലെ നമുക്ക് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഈ സജി സൂര്യയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ അയാൾ പച്ചയ്ക്ക് വന്നിരുന്നിട്ട് ഈ ആദിത്യൻ അഥവാ റോണു ചന്ദ്രൻ എന്ന് പറഞ്ഞ ആ ഒരു വിധവയെ പറയാനിനി ഒന്നുമില്ല, അത്രയും മോശമായ പരാമർശങ്ങൾ ആ സ്ത്രീക്കെതിരെ പച്ചയ്ക്ക് വന്നിരുന്ന് പറഞ്ഞു. അയാളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇന്ന് 5 മണിക്കൂറിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ വന്നിരിക്കുന്നൊരു ക്ഷമാപണ പോസ്റ്റ് ഞാൻ വായിക്കാം. എന്നിട്ട് ഈ ക്ഷമാപണ പോസ്റ്റ് തന്നെ 2 പ്രാവശ്യം എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് സുചിത്രയുടെ പേരും അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. കാരണം അറിയില്ല. നമുക്ക് ആദ്യം ഈ ഒരു പോസ്റ്റ്, രണ്ടാമത് ഇപ്പോൾ കിടക്കുന്ന പോസ്റ്റ് വായിക്കാം. 2.5 പതിറ്റാണ്ടിലേറെയായി ഞാൻ രജപുത്ര ഫിലിംസിനൊപ്പം ജോലി ചെയ്യുന്നു. വളരെ ബഹുമാനപ്പെട്ട ഈ ബാനർ റോണുവിൻ്റെ ഇൻ്റർവ്യൂവിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിച്ചഴിക്കപ്പെട്ടത് വളരെയധികം വേദനയും നിരാശയും ഉണ്ടാക്കി. സിനിമയും ടി വി മേഖലയും എന്നത് സ്ഥിരതയുള്ളതല്ല. ഇത് ഉയർച്ചകളും താഴ്ചകളും ഉള്ള ഒരു ലോകമാണ്. ഈ രംഗത്തുള്ളവർക്ക് അതെല്ലാം അറിയാവുന്നതുമാണ്. റോണുവിൻ്റെ അഭിമുഖം കാണുമ്പോൾ എനിക്ക് വന്ന പ്രതികരണം വളരെ ഇമോഷണലായ ഒരു സാഹചര്യത്തിലായിരുന്നു. അത് എന്നെ വളരെയധികം വിഷമിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രതികരണം കുറച്ചധികം രൂക്ഷമായി തോന്നിയിട്ടുണ്ടാകാം. അതിനായി ഞാൻ മനസ്സ് നിറഞ്ഞ മാപ്പ് പറയുന്നു. പ്രത്യേകിച്ച് റോണുവിനോട്. എന്നും ഞാൻ എൻ്റെ സഹോദരിയായി കാണുന്ന ആളാണ് റോണു. ശ്രദ്ധിക്കണം ഈ വാക്കുകളൊക്കെ. അദ്ദേഹം പറഞ്ഞ വീഡിയോ നമുക്ക് പിന്നാലെ പ്ലേ ചെയ്യാം. അതിനുശേഷം റോണു പറയുന്ന കാര്യം, പിന്നെ ചിപ്പി ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ കൂടാം. ഈ വ്യവസായം നമ്മൾ ഏറെ പേർക്കും കുടുംബം പോലെയാണ്. കുടുംബത്തിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. പക്ഷേ അവ വലിയ വിഷയമാക്കാറില്ല. ഞങ്ങൾ തന്നെ പരിഹരിക്കുകയും ചെയ്യും. ഇതും അതുപോലെ പരിഹരിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നിട്ടാണ് ഇത്രയും വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത്. സുഹൃത്തെ, പരസ്പര ബഹുമാനത്തോടെ ഈ വിഷയം ഇവിടെ തന്നെ അവസാനിക്കട്ടെ. ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിച്ച് നടക്കത്തില്ല. ചർച്ചാ വിഷയം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്നിട്ട് നിങ്ങൾ സംസാരിച്ചതിൻ്റെ അത്രയും മോശമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. റോണു പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചർച്ച പബ്ലിക്ക് സംസാരിക്കും. റോണുവിനും എനിക്കും രജപുത്ര ഫിലിംസിനും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട് ഇതോടെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്മ ജയിക്കട്ടെ, സ്നേഹപൂർവ്വം സജി സൂര്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പഴയ പോസ്റ്റ്, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം അവസാനത്തെ പാരഗ്രാഫിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഞങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കരുതെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. റോണുവിനും എനിക്കും സുചിത്രയ്ക്കും രജപുത്ര ഫിലിംസിനും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ട് ഇതോടെ അവസാനിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഇതിനകത്ത് സുചിത്രയുടെ പേര് ആദ്യം ഉണ്ടായിരുന്നു, രണ്ടാമത് എന്തുകൊണ്ട് സുചിത്ര എന്ന് പറയുന്ന പേര്, സുചിത്ര നായരുടെ പേര് എന്തുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തു? അതിനൊരു ഉത്തരം സത്യം പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനകത്ത് രണ്ടാമത് എഡിറ്റ് ചെയ്തിട്ട് അത് മാറ്റിയെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അത് എന്തായിരുന്നാലും ഈ സാധനം നമ്മളിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചിപ്പി ചേച്ചി എന്ന് വെച്ചാൽ ഇവരുടെ ഒരു ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞു, കാരണം ഈ കുട്ടികളുടെ ഫീസ് കൊടുക്കാമെന്നുള്ളത് ഏറ്റത് രഞ്ജിത്ത് സാറിൻ്റെ വൈഫായിട്ടുള്ള നമ്മുടെ എല്ലാവരും പ്രിയങ്കരായിട്ടുള്ള മലയാള നടിയായിട്ടുള്ള
സീരിയലിലും സിനിമയിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ചിപ്പി ചേച്ചിയാണ്. അപ്പോൾ അവർ ആ ഒരു ഇത് പൈസ കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ള സംഭവം അവരെ കുറ്റപ്പെടുത്താതെ, അഥവാ കുറ്റപ്പെടുത്തിയില്ല, അവരെ കോൺടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നടക്കുന്നില്ലെന്നോ അവർ ശ്രദ്ധിച്ചിട്ടില്ലെന്നോ തിരക്കുകളാണെന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അതിന് റോണു ഇട്ടിങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഇവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിങ്ങനെ റോണു ഇട്ടിങ്ങനെ പോസ്റ്റ് നോക്കാം. പോസ്റ്റ് ഇതാണ്, റോണു ചന്ദ്രൻ ഇട്ടിങ്ങനെ പോസ്റ്റ് ഇതാണ്. നമസ്കാരം. ഈ അടുത്ത് എൻ്റെ FB പോസ്റ്റ് കണ്ടിട്ട് ഒരു ഓൺലൈൻ മാധ്യമം ഒരു ഇന്റർവ്യൂ നൽകാനായി വിളിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ ചില പേര് പരാമർശിക്കേണ്ടതായി വന്നു. അതിൽ ഞാൻ എവിടെയും ചിപ്പി ചേച്ചി രഞ്ജിത്ത് സാറിനെ ഒരിക്കലും ഒരു സഹായം ചെയ്തിട്ടില്ല എന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ മെസ്സേജ് ചേച്ചിയുടെ ചില തിരക്കുകൾ കാരണം ഒരുപക്ഷെ ശ്രദ്ധിക്കാൻ പറ്റി എന്ന് വരില്ല എന്നാണ് ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞത്. അതിനിടയിലും ചിലർ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചേച്ചിക്ക് ഇപ്പോൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയും എൻ്റെ മക്കൾക്ക് ഫീസ് തരികയും ചെയ്തു. ആദ്യം ഈ ടൈമിലേക്കുള്ള ഫീസ് തന്ന് സഹായിച്ചു. എൻ്റെ ഭാഗത്തുനിന്ന് ചേച്ചിക്കോ സാറിന് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പോസ്റ്റ് റീസെൻ്റ് ആയിട്ട് വന്നേക്കാണ്. ഇനി പ്രസ്തുത വ്യക്തി സജി സൂര്യ അദ്ദേഹം നടത്തിയിട്ടുള്ള തത്സമയ ശാലിനി എന്ന് പറയുന്ന നമ്മുടെ ശാലിനിയുടെ ചാനലിനകത്ത് വന്ന് പറഞ്ഞിട്ട് പോയ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം സുഹൃത്തുക്കളെ. അടിപൊളിയാണ്. അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് എത്രമാത്രം വർക്കൗട്ടായി. അതായത് രഞ്ജിത്ത് സാറോ ചിപ്പിയോ ഒന്നും പറയാത്ത, ചിപ്പി ചേച്ചി ഒന്നും പറയാത്ത കാര്യമാണ് ഇദ്ദേഹം വന്നിരുന്ന് പറഞ്ഞത്. ഇദ്ദേഹം പറയണമെന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ വാക്കുകൾ ശ്രദ്ധിക്കണേ. മൂന്നാമത് ഒരാണാണ്. ഇനിയും നമുക്ക് അർജുൻ സാറിന്റെ സഹോദരൻ വിജി സാറിനോട് കൂടി സംസാരിക്കാനുണ്ട്. 5 വർഷം കഴിഞ്ഞിട്ടല്ല സുചിത്ര മറ്റോ ഉണ്ടാക്കിയെന്ന് പറയേണ്ടത്. ഈ 5 വർഷം ഈ ലോൺ എവിടെ പോയിരുന്നു? അവിടെ 5 വർഷം കഴിഞ്ഞിട്ടല്ല സുചിത്ര ഉണ്ടാക്കിയെന്ന് പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പരുഷമായ അങ്ങേയറ്റം മാന്യതയില്ലാത്ത വാക്കുകൾ. സഹോദരിയെ പോലെ കാണുന്നു, നമ്മളെ കുടുംബം പോലെ കാണുന്നവരാണ്, നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കും, ഇതിനകത്ത് ആരും ഇടപെടേണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഏതാണ്ട് 8 ദിവസത്തിന് മുമ്പ് ഇദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ അകത്ത് വളരെയധികം ഒരു സ്ത്രീയെ അങ്ങേയറ്റം ടാർണിഷ് ചെയ്തുകൊണ്ട് വലിച്ചു കീറിക്കൊണ്ട് സംസാരിക്കുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു എന്താണ് പ്രൊഡക്ഷൻ കൺട്രോളർ, എന്തോ ഒരു വലിയ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞതെന്ന് കൂടെ ഓർക്കണം. അതും സ്വന്തം സഹോദര സ്ഥാനം എന്നൊക്കെയാണ് പറയുന്നത്. സുചിത്ര പേര് എങ്ങനെ വന്നു എനിക്കറിയില്ല. ചെടിയുടെ ഒരു മരം തെങ്ങിന്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നു, ലോണിനെ കൊണ്ടുവരുന്നു, വീട്ടിലിരിക്കുന്നു. കിട്ടുന്ന രാവിലെ ആയപ്പോൾ ഒരു രാത്രി വന്നുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ ലോൺ നല്ല ഫിറ്റാണ്. സ്ത്രീ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കണം. ഒരു വീഡിയോ കോളായിരുന്നു. അത് ഭയങ്കര വൾഗറായിട്ട് മോശമായിട്ടൊരു വീഡിയോ കോളായിരുന്നു. അപ്പൊ അത് കണ്ടെടുക്കാനായിട്ടാണ് രാജ്കുമാർ സാറും ഭാര്യയെ പറ്റി വേറൊരാളായിട്ട് വീഡിയോ കോൾ ചെയ്തു. ഇത് വൾഗറാണ്. സാന്ത്വനം സീരിയലിന്റെയും മറ്റേ വാനമ്പാടി സീരിയലിന്റെയും പല ആർട്ടിസ്റ്റുകളും ഇതിനു വേണ്ടി സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ്, കുറച്ച് ഭാഗം നമുക്ക് കേൾക്കാം. സ്വന്തം ഭാര്യയെ പറ്റി വേറൊരാളായിട്ട് വീഡിയോ കോൾ ചെയ്തു. ഇത് വൾഗറാണ്. പേഴ്സണൽ ഇഷ്യൂയാണ് മൂന്നാമത് ഒരാളെന്ന് പറയുമ്പോൾ ആദിത്യൻ സാർ ഇന്നില്ല. പക്ഷെ എങ്കിലും ദൃക്സാക്ഷിയായിട്ട് താങ്കൾക്ക് പറയാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? വീഡിയോ കോൾ കാര്യങ്ങളൊക്കെ പിന്നീട് അതൊരു വെർച്വൽ തെളിവാണ്. ഗവൺമെന്റ് കേസാണ്. കേസാക്കി തേച്ച് മാറ്റി കളഞ്ഞ സംഭവമാണ്. DVS രാജ്കുമാർ സാർ എന്നുള്ള ആൾ മരിച്ചിട്ടില്ല, ഇപ്പം ജീവനോടുണ്ട്. നിങ്ങൾക്ക് പുള്ളിയെ ചോദ്യം ചെയ്യാം. എന്തെങ്കിലും താങ്കള് ഇതൊക്കെയോ പറയുന്ന പുള്ളി അദ്ദേഹം കുപിതവനാവാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടിക്കത്തായിരുന്നത്. അതിനകത്ത് എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പുള്ളി കുപിതനാവാൻ കാരണം എന്താ ഉണ്ട് ഇല്ലേ? അതിനുശേഷം ആ സംഭവത്തിന് ശേഷം എന്തെങ്കിലും ലൊക്കേഷനിലോ അല്ലെങ്കിൽ ആദിത്യൻ സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും കൂടുതൽ ആളുകളാണല്ലോ, ആ പ്രോജക്റ്റിൽ ഈ ഉണ്ടായിട്ടുള്ള സംഭവം ഏതെങ്കിലും രീതിയിൽ ബാധിച്ചു? അതുവരെ ലൈഫിലെ പ്രശ്നങ്ങൾക്ക് ഒരു തുടക്കമായി എന്നുള്ളത്. ഈ പ്രശ്നം നടന്ന ശേഷം ആദിത്യ സാർ വീട്ടിൽ പോയിട്ടില്ല. പുള്ളിയുടെ സ്റ്റുഡിയോ തന്നെയാണ് M4 മീഡിയ. പുള്ളി അവിടെ 2-3 ദിവസം അവിടെ താമസിച്ചു, വീട്ടിൽ പോകാതെ. അപ്പൊ അതൊരു ഇഷ്യൂ ആയി. നമ്മുടെ ലൊക്കേഷനിലുണ്ട്, അത് മുട്ടത്ര വീടായിരുന്നു ലൊക്കേഷൻ. അതായത് സുചിത്ര നായർ 1.5 വർഷം മുന്നേ അവിടെ നിന്ന് ഹിറ്റായി പോയതാണ്. വാനമ്പാടി ഇതിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാന്ത്വനമാണ്. അവിടെ തന്നെ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ വാനമ്പാടി സാന്ത്വനത്തിന് ഇടയ്ക്ക് ഈ സുചിത്ര നായരും നമ്മുടെ റോണുമായിട്ട് സംസാരത്തിന് നല്ല കൂട്ടായിരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പൊ സാന്ത്വനം നടക്കുമ്പോൾ അവിടെ സുചിത്ര ഇല്ല. സുചിത്ര സിനിമയിൽ പോയി കഴിഞ്ഞു. അപ്പൊ അവിടെ സുചിത്രയുടെ പേര് പറയാൻ പാടില്ല. അതായത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞ സുചിത്രയുടെ പേര് പറയുന്നതാണ്. നമുക്കും അറിയത്തില്ല കേട്ടോ അവരതിനകത്ത് എന്താണ് അവരുടെ റോൾ എന്നുള്ള കാര്യം. പക്ഷേ എങ്കിലും ഇദ്ദേഹം ഏകപക്ഷീയമായിട്ട് ആ റോണു എന്ന് പറയുന്ന ആ ഒരു ലേഡിയെ നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആക്കുന്നത് കേട്ടോ. ആ ഒരു സ്ത്രീയെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തി മാത്രം സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റേ ഭാഗത്ത് നടന്ന കാര്യം എന്ത്, ഈ ഭാഗം എന്താണ്, ഒരു ന്യായവും ഒന്നുമില്ല. കാരണം സഹോദരിയെ പോലെ കണ്ടു അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എങ്കിലും ഏകപക്ഷീയമായിട്ട് ആ സ്ത്രീയെ അങ്ങനെ എനിക്കറിയാം. Search smarter with curated job collections on LinkedIn. Get the app today. ചേട്ടൻ പറഞ്ഞല്ലോ ചിപ്പി ചേച്ചിയും രഞ്ജിത്ത് സാറും അത് കൊടുത്തിരുന്നു. ഇപ്പോഴും ചെയ്യാൻ അവർക്ക് ആഗ്രഹം. എന്നെ വിളി സംസാരിച്ചു, നമുക്ക് റോണിനെ കാണണം, എന്താ ചെയ്യണം അന്വേഷിക്കണം, നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ തിരക്കായി, ഞാൻ ഇപ്പൊ 4-5 സീരിയലും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ചേട്ടൻ ഇപ്പൊ തിരക്കായതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല, ചേട്ടൻ ഈ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. സജി ചേട്ടൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയും ഒരു വൈരാഗ്യം സജി ചേട്ടനോട് തോന്നുന്നെങ്കിൽ എന്താണ് അതിലേക്കുള്ള പ്രശ്നം? ആ വീഡിയോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ സജി ചേട്ടൻ എന്നോട് വൈരാഗ്യമായിട്ട് റോഡൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ വീഡിയോയിൽ പിന്നെ എന്തിലാണ് നിങ്ങളുടെ പേരെടുത്ത് പറയുന്നത്?
ചിപ്പി ചേച്ചിയായിട്ട് കണക്ട് ചെയ്തെന്നുള്ള പേര് പറയുന്നുള്ളൂ, എന്നോട് വൈരാഗ്യമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് പ്രയാസം എന്ന് വെച്ചാൽ ചിപ്പി ചേച്ചി രഞ്ജിത്ത് സാറ് പിന്നൊന്നും സഹായിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചിപ്പി ചേച്ചി രഞ്ജിത്ത് സാർ അവർ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് അവർ സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ മാത്രം അത് കേട്ടത്? അവരങ്ങനെ ഒരു ഇന്റർവ്യൂ, ഞാൻ ആ ഇന്റർവ്യൂ കേട്ടാണ്, അതിനകത്തെങ്കിലും ചിപ്പി ചേച്ചിയോ അവരാരും സഹായിച്ചിട്ടില്ല എന്ന് പുള്ളി പറയുന്നില്ല, റോണു ചന്ദ്രൻ പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പച്ചയ്ക്ക് വിളിച്ച് പറയാറായിരുന്നു? ഇത് ഇടിച്ചെന്തല്ല, സ്വന്തം ഭർത്താവിന്റെ വണ്ടിയിലാണ്, ആദ്യ സാറിന്റെ വണ്ടിയിലാണ് ഐക്യയിൽ ഇരിക്കുന്നത്, എന്റെ വണ്ടിയല്ല. താങ്കളുടെ വണ്ടി ആയിരുന്നില്ല? തൊട്ടടുത്ത വണ്ടി എന്റെ ഇറക്കുന്നത് ഇന്നോവ, അത് പിന്നെ അതിലിടിച്ചു. അപ്പൊ എന്റെ വണ്ടി നന്നാക്കാൻ വേണ്ടി ആദ്യ സാർ പൈസ തന്നു, എന്റെ വണ്ടി ബാക്ക് നന്നാക്കാൻ. ഇത് ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രസക്തവാദം. ഇത് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷവും റോണുവിന്റെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ഒരു സാധനം ഒന്ന് ജസ്റ്റ് കാണാം. ഞാൻ വന്നത് ഇന്നലെ സുചിത്രയുടെ കൂട്ടുകാരി ഷാലിയുടെ ചാനലില് ചേട്ടന്റെ സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എനിക്ക് ചേട്ടനെ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്ന സജീവ് പെരിങ്ങമലയുടെ ഒരു വീഡിയോ, പിന്നെ സഹോദരന്റെ വീഡിയോ, ചേട്ടൻ്റെ അനിയൻ്റെ. അതിൽ ഒന്നാമത്തെ കാര്യം, സജീവേട്ടാ നിങ്ങളോട് എൻ്റെ ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് നിങ്ങൾ കുടുംബത്തോടുണ്ട്? എത്ര വർഷമായി നിങ്ങൾ കൂടുണ്ട്? ഏറ്റവും അറിയാം, ചേട്ടൻ്റെ സൈഡെല്ലാം മൊത്തം അറിയാം, ഫാമിലി മാറ്റർ അറിയാം, ഇതെല്ലാം അറിയാം. ഈ സുചിത്രയുടെ വിഷയം കള്ളമാണെന്ന് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റും? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നിരിക്കുന്ന ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീയെ നാട്ടിക്കണമെന്ന് വന്നല്ലേ, കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം, ഫീസ് ചിപ്പി ചേച്ചി ഫീസ് കഴിഞ്ഞ മാസവും തന്നു, ഈ മാസം തരാൻ പോകുമായിരുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ. ഫീസ് തന്നു. ഞാനൊരു ഇന്റർവ്യൂവിൽ പോയിട്ട് ചിപ്പി ചേച്ചി രഞ്ജിത്ത് തരണം മോശമായി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം എൻ്റെ 9 മോളേരിലും പഠിക്കുന്ന സമയത്ത് 2 ടേം ഫീസ് സജീവ് പെരിങ്ങമല മുഖേന എനിക്ക് ഹെൽപ്പ് കിട്ടി, ചിപ്പി ചേച്ചി തന്നു. ഈ വർഷം ഞാൻ ചിപ്പി ചേച്ചിയോട് നേരിട്ട് ചോദിച്ചു, അതിന് മുമ്പ് നിങ്ങളോടും പറഞ്ഞു, ചോദിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞ മെസ്സേജ് ഓർമ്മയുണ്ടല്ലോ. ചിപ്പി ചേച്ചിക്ക് എന്താ തിരക്കാനായി മറുപടി കിട്ടിയില്ല, അത് ഞാൻ വിട്ട്. അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, നിങ്ങളവിടെ വന്നപ്പോൾ എന്തോ കണ്ട് ഞെട്ടി ആയിരത്തിന് സാർ ഇറങ്ങി വന്നു. ആദ്യം പറഞ്ഞു നിങ്ങൾ കണ്ടു, രണ്ടാമത് പറഞ്ഞു നിങ്ങൾ കാറിലായിരുന്നു. ഒന്ന് കാര്യം, എന്തെങ്കിലും ഭാര്യയുടെ എന്തെങ്കിലും കുഴപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ പോകാതിരിക്കണമെങ്കിൽ നട്ടലില്ലാത്ത മനുഷ്യനല്ല, നല്ല ആൺകുട്ടിയാണ്, നല്ലൊരു ഭർത്താവ്. നിങ്ങൾ അതിൽ പ്രതികരിച്ചാൽ നിങ്ങൾ കണ്ടെങ്കിൽ അത് പറയണം, എന്താ കണ്ടെന്നുള്ളത് പറയണം, എന്താണെന്ന് അറിഞ്ഞതുള്ളത് പറയണം. ചുമ്മാ വന്ന് വീഡിയോയിൽ പറയുമ്പോൾ ആരോഗ്യം കണ്ടൊക്കെ സംസാരിക്കുക. പിന്നെ ഞാൻ ഇറങ്ങിപ്പോയത് അന്നത്തെ വിഷയം എന്താ, സുചിത്രയുടെ വിഷയം തന്നെയാണ്. വീട്ടിൽ കലഹം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളായിട്ടാണ് രാത്രി പോയത്, അണ്ണൂർ കുളത്തിൻ്റെ അടുത്ത്. മരിക്കാൻ പോയതല്ലേ, പോയി ഇറങ്ങിപ്പോയി, വേറെ നിവൃത്തിയില്ല. എനിക്ക് സഹിക്കുന്നതിന് അപ്പുറത്തായി കാര്യങ്ങൾ, സഹിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഒരു സൈഡല്ല, വീട്ടിനകത്ത് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എനിക്കറിയാം. ഞാൻ തന്നെയാണ് തിരിച്ചു വന്നത്, അല്ല നിങ്ങളൊന്നും എന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. പിന്നെ കാർ തട്ടി, നിങ്ങളെ കാർ ഞാൻ തട്ടിയോ? ഇത് തന്നെ കണ്ടിന്യൂസ് എത്രയോ പ്രാവശ്യം പ്രശ്നങ്ങൾ നടന്നു. ലാസ്റ്റ് ഒന്നും പറഞ്ഞത്, ലാസ്റ്റ് അല്ല, എന്താ എൻ്റെ വീഡിയോ പുറത്തായി, അതിൻ്റെ വില മറ്റേ സാറിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയി. എനിക്ക് ആ വീഡിയോ കാണണം, കാരണം എന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വീഡിയോ എനിക്ക് കാണണം. നിങ്ങൾ ഇത്ര പബ്ലിക്കായിട്ട് പറഞ്ഞതല്ലേ, എൻ്റെ വീഡിയോ നിങ്ങൾ ഇന്ന് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാണിക്കണം. ഒന്നാമത്തെ കാര്യം, സൂക്ഷിക്കുന്നതോ കാണുന്നതോ സേവാക്കി വെക്കുന്നതോ തെറ്റ്, അത് വിട്. എനിക്കത് കണ്ടിരിക്കണം, എനിക്കത് കാണണം. കാരണം നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞുള്ളതാണ്, ഇവിടെ പെൺകുഞ്ഞുള്ളതാണ്, എനിക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. ഈ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ആരും കണ്ടിട്ടില്ല, തേച്ച് വായിച്ച കാര്യങ്ങൾ ആരും കണ്ടിട്ടില്ല, കേട്ടതോ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ വീഡിയോ എനിക്ക് കാണിച്ച് തന്നിരിക്കണം സജിയേട്ടാ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വലിയ കുടുംബത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭാര്യ പോയി, നിങ്ങളെ സൈഡിലുള്ള കുഴപ്പങ്ങളെല്ലാം അറിയാലോ. ചേട്ടൻ മരിച്ചതിന് ശേഷം ചേട്ടന്റെ ബന്ധങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ആരെങ്കിലും പോയി ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വ്യക്തവും സ്പഷ്ടവുമായിട്ട് വ്യക്തമായി ഈ സജി എന്ന് പറയുന്ന വ്യക്തിക്കുള്ള മറുപടിയാണ് ഇപ്പോൾ റോണു കൊടുത്തത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു വിഷയത്തിൽ? നമുക്കിപ്പം റോണു പറഞ്ഞത് അവരുടെ ആരോപണം മാത്രം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം വന്ന് സജി സൂര്യ എന്നൊക്കെ പറയുന്ന അദ്ദേഹം വന്ന് ഇത് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ന്യായീകരിച്ചതിന് ശേഷം ഇപ്പോൾ അത് കൈവിട്ട് പോവുകയും കയ്യിൽ നിന്ന് പോവുകയും മൊത്തത്തിൽ ഈ സാധനം അലമ്പാവുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം വന്ന് മാപ്പ് പറഞ്ഞ് ക്ഷമ പറഞ്ഞുകൊണ്ട് ഇട്ട പോസ്റ്റിൽ തന്നെ സുചിത്ര നായരുടെ പേര് പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് രണ്ടാമത് വീണ്ടും അതിനകത്ത് റോണു എന്നുള്ള പേരിലേക്കൊക്കെ മാറ്റി. ഇതെന്താണ് കാണിക്കുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞ റോണു അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും സ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു. അത് മാത്രമല്ല, ചില ചോദ്യങ്ങൾ ഇദ്ദേഹത്തിനോട് ചോദിക്കുന്നുമുണ്ട്. അതിനുശേഷം അദ്ദേഹം വന്ന് മാപ്പുമായിട്ട് വന്നേക്കുവാണ്. ഒരു സ്ത്രീ ഏറ്റവും മോശമായ രീതിയിൽ അവർ പറഞ്ഞ കാര്യം അവരുടെ അദ്ദേഹത്തിൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധങ്ങൾ എന്തോ ആണ്, അത് കാരണം വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഇറങ്ങിപ്പോയെന്ന് അവരെ അടിച്ചു പറയുക കാര്യങ്ങൾ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പറ, പിന്നെ അവർ വീഡിയോ കാണിക്കുക എന്നുള്ള കാര്യം, പിന്നെ അവർ എന്തൊക്കെ ഫിറ്റായി പോയെന്ന് എന്തൊക്കെയൊക്കെ പറയുന്നു. ഇത്രയൊക്കെ പാടുണ്ടായിരുന്നോ? ഇത്രയൊക്കെ നിങ്ങൾ സഹോദരി സ്ഥാനത്ത് കാണുന്ന സ്ത്രീ ആയിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കുറിച്ച് അവർ പറയുന്നു, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വൈഫൊക്കെ എവിടെയെന്നൊക്കെ കാര്യം ചോദിക്കുന്നത്. എന്തൊക്കെ മാന്യമായിട്ടൊക്കെ ചോദിക്കുന്നത്, ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചത് ഭയങ്കര വിഷമത്തിൻ്റെ വികാരമൂർധന്യാവസ്ഥയിൽ ആ സ്ത്രീയെ അത്രയൊക്കെ പറഞ്ഞു, നാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി അങ്ങ് ചെയ്തു. അതിനുശേഷം വന്നിരുന്നിട്ട് ഇട്ട പോസ്റ്റിൻ്റെ അകത്തുനിന്നും സുചിത്ര നായർ, ഞാൻ സുചിത്ര നായരെ കുറ്റപ്പെടുത്താനല്ല, ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇനിയും
എന്തൊക്കെയോ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു. അത് പുറത്തു വരട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിധവയായിട്ടുള്ള 2 കുട്ടികളെ നോക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദിത്യൻ എന്ന് പറയുന്ന മൺമറഞ്ഞു പോയ ആ വ്യക്തിയുടെ 2 കുഞ്ഞുങ്ങളെ നോക്കുന്ന വളരെയധികം കഷ്ടപ്പെട്ട് പരാധീനതയിലൂടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തെറ്റാണ്. പിന്നെ അവർ പറഞ്ഞ ആരോപണം തെറ്റാണെങ്കിൽ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് സുചിത്ര നായർക്കും ഒക്കെ പറ്റും. അവർ തന്നെ പറഞ്ഞതിനകത്തൊരു കാര്യം, ഈ സുചിത്ര നായരുടെ ആ ഒരു ടീമിന് ആർക്ക് ഗുണ്ട അവർക്കോ അതോ അവരുടെ പരിചയമുള്ളത് ഗുണ്ടകളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ജീവനോ മറ്റുള്ള കാര്യങ്ങളോ അപായവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് നടക്കം പറയുന്നത് കേട്ടു. അങ്ങനെന്തോ പോസ്റ്റോ എന്തോ സംഭവം കേട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇനിയും ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. എങ്കിലും ഞാൻ ഒരു കാര്യം സമൂഹത്തിനോട് പറയാം, അവരുടെ ഭാഗം അവർ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇന്ന് ഉറച്ചു നിൽക്കുന്നു, മാറിയിട്ടില്ല റോണു എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം മാറ്റിയും പറഞ്ഞ് പിന്നെ ക്ഷമയും ചോദിച്ച അവസാനം പോസ്റ്റ് വിട്ട് മുക്കി അതിനെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് വീട്ടിൽ രണ്ടാമത് വേറെ പോസ്റ്റ് ഇട്ടിട്ട് കണ്ടം വഴി ഓടിയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ആ ചിപ്പി ചേച്ചി അവരൊക്കെ വീണ്ടും ആ ഫീസ് കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് സത്യം എന്തോ മനസ്സിലായി എന്നൊക്കെ പറയുന്നു. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യപ്പെടുത്തു. അല്ലെങ്കിലും ഈ ആരെങ്കിലുമൊക്കെ താങ്ങായി ഉണ്ടായിരുന്നവർ ആ വീട് നിന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചുറ്റുപാടുള്ള ആൾക്കാരുടെ തനി കുണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന പോലെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്.